ഭാഗ്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്ര നല്ല കമ്പനി ആയിക്കോട്ടെ, എത്ര നല്ല പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്, മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ലാഭവിഹിതം വളരെ കുറവാണെങ്കിൽ അവിടെയും നമുക്ക് ഇത് ഏറ്റെടുക്കുന്നത് ചിലപ്പോൾ ഉചിതമായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചോളം വാങ്ങി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ ലാഭം ലഭിക്കുന്നു എന്നുള്ളത് 100% നമുക്ക് ഇതിന്റെ ഒരു ഗുണമായി നമുക്ക് എടുത്തു കാണിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പണം അത് കൃത്യമായി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഏത് ഡിസ്ട്രിബ്യൂട്ടർക്കും, അത് റാങ്ക് വൈസ് അല്ല, എല്ലാ റാങ്കിലുള്ള ആളുകൾക്കും കൃത്യമായി ഒരേ ശതമാനത്തിൽ ഇതിന്റെ ലാഭവിഹിതം ഷെയർ ചെയ്യുന്നു. അതിന് വിവേചനങ്ങളില്ല, പുരുഷ സ്ത്രീ വിവേചനമില്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല. കഴിവ് ഇവിടെ വിഷയമല്ല. ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈക്വലായി ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ കമ്പനി തുടങ്ങിയ അന്നത്തെ പ്ലാനിൽ ഇന്ന് വരെ മാറ്റം വരുത്താത്തൊരു കമ്പനി. അത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭവിഹിതം കൂടുതൽ കമ്പനിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലും തിരിച്ചു തരുന്ന ഒരു കമ്പനിയാണ്. അപ്പോ ഇതിന്റെ ഇൻകം പ്ലാൻ ഇതിനെപ്പറ്റി പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ പഠിക്കണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റി നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രയും നമുക്ക് ഗുണകരമാകുന്ന, നമുക്ക് ഇതിനോട് ഇഷ്ടവും ആവേശവും തോന്നുന്ന തരത്തിലുള്ള ഒരു കമ്പനിയായി മാറിയതിന്റെ കാര്യവും വേറെ ഒന്നുമല്ല, അതിന്റെ ഇൻകം പ്ലാൻ തന്നെയാണ്. പിന്നീട് നമുക്ക് ഏതൊരു മേഖലയിലും വിജയിക്കണമെങ്കിൽ അവിടെ നമുക്ക് പഠനം ആവശ്യമാണ്, അല്ലെങ്കിൽ അറിവ് ആവശ്യമാണ്. അറിവ് പകർന്നു തരുന്നതിന് കമ്പനി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓൺലൈൻ സംവിധാനത്തിൽ ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ സംവിധാനമാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ അത് കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ബിസിനസ് വോളിയം നമുക്ക് തരുന്നുണ്ട്. MI ഡിജി വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കമ്പനിയുടെ സൈറ്റിലുണ്ട്. നമുക്ക് കമ്പനിയെ പറ്റി എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. കമ്പനി മാത്രമല്ല, കമ്പനിക്ക് പുറമേയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പോലും സഹായിക്കുന്ന MI ഡിജി വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കമ്പനി പ്രൊമോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ്ലൈന് ആണെന്ന് പറയുന്ന സമയത്തും ഓൺലൈനായിട്ട് ഇതുപോലത്തെ മോർണിംഗ് മീറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം നമ്മുടെ ടീം ചെയ്തു തന്നിട്ടുണ്ട്. ഓഫ്ലൈനായിട്ട് കമ്പനി എല്ലാ സ്ഥലത്തും പ്രോഗ്രാം സെന്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ജില്ലകളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി കമ്പനി നമുക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള വേദികൾ ഒരുക്കി തരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ കമ്പനിയെ സംബന്ധിച്ചുള്ള മാനേജ്മെന്റ് ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്, ഇതിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഓക്കെയാണ്. അപ്പൊ 4 കാര്യങ്ങൾ കമ്പനി നമുക്ക് മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഇത് ആരൊക്കെ പ്രയോജനപ്പെടുത്തുന്നു അവർക്കൊക്കെ രക്ഷപ്പെടാം, സക്സസ് ആകാം എന്ന് തെളിയിച്ചിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിൽ കൊടുക്കാമെന്ന് പറയുന്ന മാക്സിമം പേ ഔട്ട് ആയിട്ടുള്ള 2,10,000 കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. മിനിമം 450 മുതൽ 2,10,000 വരെ കൊടുക്കാമെന്ന് പറഞ്ഞ്, ആഴ്ച വരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഒരാളുടെ പോലും വരുമാനം കൊടുക്കാതെ മാറ്റി നിർത്തേണ്ട ആവശ്യം കമ്പനിക്ക് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോ എല്ലാ അർത്ഥത്തിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും കടന്നു വന്നത്, അല്ലെങ്കിൽ കയറി നിന്നത് എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി, ദൈവാധീനമായി കണ്ട് ആർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നോ അവർക്കൊക്കെ സക്സസ് ആകാൻ പറ്റുന്ന ഒരു മികച്ച അവസരം, മികച്ച പ്ലാറ്റ്ഫോം ആണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ കമ്പനി എന്തൊക്കെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ വീട്ടിലേക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മുതൽ ഒരു മനുഷ്യന്റെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ വരെ സാധാരണ എല്ലാ കമ്പനികളും അതിനെപ്പറ്റി അത്രത്തോളം ബോധേഡ് അല്ല, ഫോക്കസ്ഡ് അല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഇത്രയും നല്ല ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, എസ്പെഷ്യലി ഇന്ത്യൻ കമ്പനി, വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അവിടെയാണ് നമ്മുടെ കമ്പനി എല്ലാ അർത്ഥത്തിലും ഏറ്റവും മികച്ചതാണ് എന്ന് പറയാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ
ഏറ്റവും പരമപ്രധാനം ഞാനും എൻ്റെ കുടുംബവും തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യം എന്നുള്ളത് ഞാനും എൻ്റെ കുടുംബവും. എങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല, എൻ്റെ കുടുംബത്തിലും അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, സന്തോഷകരമായി ജീവിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാവരും അസുഖങ്ങളും രോഗങ്ങളും വരുന്ന സമയത്ത് നമ്മൾ അവിടെ തളരും. അങ്ങനെ വരാതിരിക്കാൻ അവനവന്റെ കുടുംബത്തിനും അവന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും അവന്റെ സമൂഹത്തിനും അവന്റെ രാജ്യത്തിനും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയാണ്. ആ ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു മേഖലയാണ് വെൽനസ്. എന്താണ് വെൽനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്താ വെൽനസ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിന്റെ കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും. ശാരീരികമായി, മാനസികമായി, വിശ്വാസപരമായി ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥത. ശാരീരികമായിട്ട് നല്ല സ്വസ്ഥയായിരിക്കണം, മാനസികമായിട്ട് നല്ല സ്വസ്ഥയായിരിക്കണം, വിശ്വാസപരമായിട്ട് അസ്വസ്ഥത ഉണ്ടായിരുന്ന സ്വസ്ഥമായിരിക്കണം, സാമൂഹികമായി ചുറ്റുപാടുകളിൽ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയണം. ഇതൊക്കെയാണെങ്കിൽ വെൽനസ് എന്നാ പറയാം. എന്നാൽ ആയുർവേദത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ആയുർവേദത്തിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ വിശദമായി പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനമായും അതിൽ പറയുന്നത് എന്താണ് ആരോഗ്യം എന്ന് വെച്ചാൽ, ആയുർവേദത്തിൽ അതിന് പറയുന്നത് സമദോഷം. അതായത് സമദോഷം എന്ന് പറയുന്ന സമയത്ത് ദോഷങ്ങൾ സമമായിരിക്കണം. എന്താണ് ഈ ദോഷം? സമദോഷം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വാതപിത്ത കഫാണ്. ശ്വസന വ്യവസ്ഥയും ദഹന വ്യവസ്ഥയും അതുപോലെ തന്നെ ഊർജത്തിന്റെ മാനേജ്മെന്റും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. വാതപിത്ത കഫ സന്തുലിതമായിട്ടുള്ള ഒരവസ്ഥ മനുഷ്യന് ഉണ്ടെങ്കിൽ അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അവിടെ തീരുന്നുണ്ടോ? ഇല്ല. സമഅഗ്നിശ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്വലനം, ശരീരത്തിലെ ദഹന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട ജ്വലനം നടക്കുന്നത് ഒരുപാട് എൻസൈംസ് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്തുന്നതാണ്. അവിടെ തീരില്ല. ആ എൻസൈംസ് എന്ന് പറയുന്ന സമയത്ത് സമധാതു, സമാഗ്നിശ്ച, സമധാതു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ശരീരത്തിൽ കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തല. അപ്പോ സമദോഷമായിരിക്കണം, വാദം പിത്തം കഫം ഇത് സമമായിരിക്കണം, സമ അഗ്നി ആയിരിക്കണം, ദഹന വ്യവസ്ഥ ക്ലിയർ ആയിരിക്കണം. നമ്മുടെ എൻസൈംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. സമാഗ്നി എന്ന് പറയുന്ന സമയത്ത് അഗ്നി പ്രോജ്വലിക്കുക എന്നൊക്കെ പറയാം. ആയുർവേദത്തിലെ അഗ്നി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വയറ്റിൽ തീ വാരിയിട്ടതല്ല, അവിടെ ചെല്ലുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കൃത്യമായി എത്തിക്കാനുള്ള ഒരു സംവിധാനം. ആ എത്തിക്കുന്ന സമയത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുറെ ജോലിക്കാരെയും ദൈവം അവിടെ നമ്മുടെ ശരീരത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ ജോലിക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ കഴുത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെയുണ്ട്, തൊണ്ടയിലുണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡ്. ആ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡിന്റെ അളവ് കുറഞ്ഞാലോ കൂടിയാലോ, അതുകൊണ്ടാണ് സമ അഗ്നി എന്ന് പറയുന്നത്. അത് അഗ്നിയുടെ ഭാഗ. അത് ഒരേ ലെവലിൽ നിൽക്കണം. അങ്ങനെ സമാഗ്നി, ഒന്ന് തൈറോയ്ഡ്, മറ്റൊന്ന് പാൻക്രിയാസ്, ഇൻസുലിൻ ഒരൊത്ത അളവിൽ നിൽക്കണം, കൂടരുത് കുറയരുത്. ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കരള്, പാൻക്രിയാസ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് അവയവങ്ങൾ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ദഹനം നടത്തുന്നത്. അത് സമമായിരിക്കണം. നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്. രക്തം ഓടുന്ന സമയത്ത് രക്തത്തിന്റെ ഒരു ചലനത്തിന് സഹായിക്കുന്ന ബ്ലഡ് പ്രഷർ അത് ഈ ഒരു ലെവലിൽ നിൽക്കണം. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് സമദോഷമായിരിക്കണം. അതായത് സമദോഷം എന്ന് പറയുന്ന സമയത്ത് ശ്വസന വ്യവസ്ഥ ബുദ്ധിമുട്ടില്ലാതെ നടക്കണം. പെട്ടെന്ന് വലിച്ച് അതിനെന്താ പറയാ, അലർജി, ആസ്മ പോലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ സമമല്ല. ഏത് സമമല്ല? വാദം സമമല്ല. പിത്തം, ദഹനം, ചിലയാൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാത്ത ആളുകളുണ്ട്, ശോധനയില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ
ചിലയാൾക്ക് ഭക്ഷണം കഴിച്ച ആ സ്പോട്ടിൽ എവിടെ പോകണം? ടോയ്ലറ്റ് പോകണം. അത് സമാഗ്നി അല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ. പിന്നീട് പറയുന്ന മലക്രിയ. മലക്രിയ മീൻസ് നമ്മുടെ വിസർജനങ്ങൾ കൃത്യമായി നടക്കണം. അതിന് എല്ലാ ദിവസവും കൃത്യസമയങ്ങളിൽ പോകാൻ കഴിയുന്നുണ്ടോ? ആരോഗ്യവാനാണ്. മലമൂത്ര വിസർജനവും ശരീരത്തിൽ വേർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനവും ഇതൊക്കെ വിസർജനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് നന്നായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? പെർഫെക്റ്റ്. പ്രസന്ന ആത്മ ഇന്ദ്രിയ മന. പ്രസന്നാത്മേന്ദ്രിയ മന എന്ന് പറയും. എപ്പോഴും നമ്മൾ സന്തോഷവാനായിരിക്കണം, ടെൻഷൻ ഫ്രീ ആയിരിക്കണം, പ്രസന്നമായിരിക്കണം, സന്തോഷത്തോടുകൂടി ഇരിക്കണം. ഏതൊക്കെ? ആത്മാവ്. നമ്മുടെ ആത്മാവ് പ്രസന്നമായിരിക്കണം. അതിന് പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തത്. അപ്പോ പ്രസന്ന ആത്മാവായിരിക്കണം, ആത്മാവ് പ്രസന്നമായിരിക്കണം. പിന്നെയോ ഇന്ദ്രിയങ്ങളെ അടക്കി വരിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ വരുതിയിൽ കൊണ്ടു നിർത്താൻ കഴിയുന്നത്. അതിനാണ് ആസനങ്ങൾ, യോഗാസനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രസന്നാത്മ ഇന്ദ്രിയ മന. മനസ്സിന് നല്ല കരുത്തുണ്ടാകണം, പ്രസന്നമായിട്ടുള്ള മനസ്സായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ, ഇതാണ് പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യാഭിധീയതേ. ഇതിനെയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പറഞ്ഞ വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ സമമായിരിക്കുകയും സമധാതുക്കൾ, അതായത് നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ നല്ല കൃത്യമായി ശരീരത്തിൽ ലഭിക്കുകയും അതേപോലെ തന്നെ ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയം അത് സന്തോഷമായിരിക്കുകയും അതേപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങൾ കൃത്യമായി നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ആ സ്വാസ്ഥ്യമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം. ആ ആരോഗ്യം നൽകാൻ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള കുറെ ഔഷധ ഗുണമുള്ള ഭക്ഷണങ്ങൾ, അത് കൃത്യമായ അളവിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അത് നമുക്ക് തരുന്നതിനെയാണ് വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ആ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി 23 ഉൽപ്പന്നങ്ങൾ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റോടുകൂടെ നമ്മളായി തന്നത്. എന്താണ് ആയുഷ്? ആയുഷ് എന്ന് പറയുന്ന സമയത്ത് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രൂപം കൊടുത്ത ഒരു അതോറിറ്റിയാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഔന്നത്യമുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച, എല്ലാ ഗവൺമെന്റുകളും അംഗീകരിച്ച, ലോകത്തെ ഏത് രാജ്യത്തേക്കും ഒരു ചെക്കിങ്ങും ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർട്ടിഫിക്കേഷൻ. ആ സർട്ടിഫിക്കേഷനുള്ള ഏത് ഉൽപ്പന്നം ആയിക്കോട്ടെ, MILACL മാർക്കറ്റിംഗിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഏത് ഉൽപ്പന്നമായിക്കോട്ടെ, ആർക്കും സധൈര്യം വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ. അവിടെയാണ് ഇന്ന് ഇന്ത്യയിൽ 23 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഓൾറെഡി കയ്യിലുള്ളത്. ഇനിയും വരാൻ പോവാ. നമ്മുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ സയന്റിസ്റ്റ് അത് വേറെ ആരുമല്ല, ഡോക്ടർ DB അനന്തനാരായണ. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചേക്കാൻ മതി. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇതിനകത്ത് കണ്ട് 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നാണ്. അത് എപ്പോഴാണെന്ന് അറിയോ? 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എഴുതി വെച്ചത് 2013. 2013 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവിടെ നിങ്ങോട്ട് കൂട്ടണി എത്ര ഉണ്ടെന്ന്. 2013 കഴിച്ച് 13 കൊല്ലം പിന്നെയായി. ഇപ്പൊ എത്രയായി? 42 13 55 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിലെ ഒരുപാട് ആയുർവേദ ഫാക്ടറികളിൽ അല്ലെങ്കിൽ ആയുർവേദ വൈദ്യശാലകളിൽ അതിന്റെയൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിന്റെ ഹെഡായി പ്രവർത്തിച്ച, നമുക്കൊക്കെ ഇന്നറിയുന്ന ഡാബർ ചവനപ്രാശം ഉൾപ്പെടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു മഹാനുഭാവനാണ് ഡോക്ടർ DB അനന്തനാരായണ. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ്. നേരത്തെ വലിയ പൊസിഷനിൽ നിന്ന് ആ സ്ഥാനമൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമുണ്ട്.
എല്ലാ കമ്പനികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് നല്ല ചവനപ്രാശം സാർ ഉണ്ടാക്കി തരണം. കണ്ടീഷൻ, ഒറ്റൊരു കണ്ടീഷനേ ഉള്ളൂ, സാലറി ഒക്കെ നല്ലോണം തരാം. ഈ ഉൽപ്പന്നം 500 രൂപക്ക് വിൽക്കാൻ കഴിയണം. ഇദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 800 രൂപയില്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് നടക്കില്ല. പിന്നെ എങ്ങനെ 500 കൊടുക്കും? അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ, കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ കമ്പനി പറയും കുങ്കുമം പോവാ, അത് വേണ്ട, അതിന് അത്രയും റേറ്റ് ഇല്ലേ, വേണ്ട ഉപയോഗിക്കോ, പ്രശ്നമല്ല, എന്റെ കണ്ടീഷൻ ഇതാണ്, നിങ്ങളെ കണ്ടീഷനൊക്കെ അങ്ങനെ മാറ്റി വെക്ക്. അവിടെയാണ് നമ്മുടെ കമ്പനി ഓഫർ കൊടുത്തത്. സാറിന്റെ സാലറി എത്രയാ പറഞ്ഞോ, ഞങ്ങൾ തരാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞങ്ങൾക്ക് സാറിന്റെ അറിവിൽ അല്ലെങ്കിൽ അങ്ങയുടെ അറിവിൽ ഏറ്റവും മികച്ചത് ആയുർവേദ ഗ്രന്ഥങ്ങളായ സുശ്രുത സംഹിതയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലത് എന്താണോ അത് ഞങ്ങൾക്ക് നിർമ്മിച്ചു തരണം. അതിന് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കണം, ഏറ്റവും നല്ലത് മാത്രം എടുത്തോ, നല്ല ഉൽപ്പന്നം കൈ തരണം. റേറ്റ് ഞങ്ങൾക്ക് പ്രശ്നമല്ല, സാർ ഉണ്ടാക്കി തന്നാൽ മതി, വിതരണം ഞങ്ങൾ ആയിക്കോളൂ. സന്തോഷമല്ലേ? ആ സന്തോഷത്തില് അദ്ദേഹം ഇറങ്ങി എല്ലാ കമ്പനികളെയും മാറ്റിവെച്ച് ഇന്ന് വരെ പരിചയമില്ലാത്ത MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ആ മാനേജ്മെന്റിനോടൊപ്പം ഇറങ്ങി. അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അദ്ദേഹം ഓരോ ഉൽപ്പന്നങ്ങൾ നമ്മളെ മുമ്പിലേക്ക് ഇട്ടു തന്നു. ഓരോ ഉൽപ്പന്നവും ഉപയോഗിച്ച ആളുകൾ പറഞ്ഞു ഇതിനേക്കാൾ മികച്ചതില്ല. 100% റിസൾട്ട് ഓറിയന്റഡ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. അങ്ങനെ പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ച് വന്ന് ഇന്ന് അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് 200 പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് ഞാൻ നിങ്ങൾക്ക് നടത്തിത്തരാം. അതിനൊക്കെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. 200ഓളം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾ തന്നെ തരാൻ പോവാ. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ വരാൻ പോവാ. അപ്പൊ വെൽനസിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിലാണ് ആരുടെയൊക്കെയോ മുജ്ജന്മ സുഹൃതമോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ദൈവാധീനമോ ഒക്കെ കൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ദൈവാധീനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിനെ മുറുകെ പിടിക്കുക. ദൈവം ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇതിനെ മുറുകെ പിടിക്കുന്ന ആരൊക്കെയാണോ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആരൊക്കെയാണോ, ഇതൊരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ആരൊക്കെയാണോ, അവരൊക്കെ രക്ഷപ്പെടും. യാതൊരു സംശയവും വേണ്ട. ആ മേഖലയാണ് നമ്മളുള്ളത്. ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന് എടുത്ത് മാറ്റി പറയേണ്ടതില്ല. ഏതാ മാറ്റി പറയാനുള്ളത്? ഒരു ഉൽപ്പന്നം പോലും ഇതിൽ മാറ്റി വെച്ച് സംസാരിക്കേണ്ട ഒരു സാധനവും ഇതിനകത്തില്ല. അപ്പൊ എന്ത് സംസാരിക്കും? അപ്പോ ഞാൻ തുടക്കത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വാസ്ഥ്യം. അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രസന്നാത്മേന്ദ്രിയ മന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രസന്നമായിരിക്കണം, ടെൻഷൻ ഫ്രീ ആയിരിക്കണം എന്ന് ചുരുക്കം. അങ്ങനെ ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനാ, ജീവിതത്തിന്റെ സാഹചര്യം എങ്ങനെയായിപ്പോയി. അതിന് ആ ടെൻഷനെ നിയന്ത്രിക്കാൻ ഒരുപാട് ഉൽപ്പന്നം കമ്പനി മുമ്പോട്ട് വെച്ച് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫൈറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഉൽപ്പന്നം. അശ്വഗന്ധ അടങ്ങിയത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അതേപോലെ തന്നെ ആത്മനിയന്ത്രണത്തിനൊക്കെ സഹായിക്കുന്ന നല്ല ഗ്രീൻ ടീ ബ്ലെൻഡ് തന്നിട്ടുണ്ട്. പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഏതിനെ എടുത്ത് പറയുക? അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് അതിനു വേണ്ടി തന്നിട്ടുണ്ട്. പിന്നെയോ വേണ്ടത്, നല്ല ദഹന വ്യവസ്ഥ ക്ലിയർ ആണെന്നുണ്ട്, അഗ്നി പ്രോജ്വലിക്കണം. ഇതിനെ സഹായിക്കുന്ന കുറെ ഉൽപ്പന്നങ്ങൾ തന്നിട്ടില്ലേ? അഗ്നി പ്രോജ്വലിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തരെയും ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന 9E5 എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് ഉപയോഗിച്ച് എത്ര ആളുകളുണ്ട്? ഉപയോഗിക്കാൻ വേണ്ടി തന്നതല്ലേ? എത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? ചിലവർ സാറേ നല്ല പൈസ ഉണ്ട്, നമുക്കിപ്പം വാങ്ങി ഉപയോഗിക്കാൻ കഴിയില്ല. എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കണം. ആ ഉപയോഗിക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്തണം. വേറൊന്നും ചെയ്യണ്ട. എല്ലാ മാസവും 3180 കൊടുക്കണമെങ്കിൽ ഒരു 31,000 ഉണ്ടാക്കിയാൽ മതി. 31,800 ഉണ്ടാക്കിയാൽ അതിന്റെ 10% നമുക്ക് മാറ്റി വെക്കുക. സ്വന്തം ആവശ്യത്തിന് ഒരു 10% മാറ്റി വെക്കുക. വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം കമ്പനി തന്നിട്ടുണ്ട് ഇല്ലേ? മാക്സിമം പ്രൊമോട്ട് ചെയ്യുക.
നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ പ്രൊമോട്ട് ചെയ്യാൻ എളുപ്പം. അപ്പോ എല്ലാ അർത്ഥത്തിലും സ്വാസ്ഥ്യം നൽകുന്ന 95 വന്നിട്ടുണ്ട്. എന്നാ ചില ആൾ പറയും, സാറേ ഇപ്പൊ തൽക്കാലം അനങ്ങല്ല, സാർ ഇതൊന്നും പറയല്ല, അതിനുള്ള പൈസ ആയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കും സംഗതികളുണ്ട് ഇതിനകത്ത് ഇല്ലേ? സ്പൈറുലിന ഗോൾഡ് ഒരുവിധമൊക്കെ ക്ലിയർ ആവും. നമ്മളെ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം, ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ നോർമലാക്കാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇത് എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട്? ഡെയിലി ഉപയോഗിക്കാൻ തന്നതല്ലേ, പിന്നെ എന്തിനാ മാറ്റിയേക്കുന്നത്? ഇനിയിപ്പോ അതും നടക്കില്ല സാറേ, ഞാൻ ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് വയറ്റ് പുണ്ണ്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ദഹനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല സാധനമില്ലേ ലിവഗെയിൻ? അതിന് അത്രയൊന്നും പൈസ ഇല്ലല്ലോ, 200 രൂപയിലുള്ളൂ, 197 അത്രയിലുള്ളൂ. വാങ്ങി ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കണം. ഇനി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആളുണ്ടാവില്ല, തീർന്നു പോകും. നമ്മുടെ ഹാർട്ടിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നല്ല ഉൽപ്പന്നം തന്നിട്ടില്ലേ? വെൽ ഹാർട്ട് തന്നിട്ടില്ലേ? ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഡീറ്റെയിൽ പോയാൽ തീരില്ല. ആ വെൽ ഹാർട്ട് തന്നത് എന്തിനാ? അത് ഹൃദയ പേശികളുടെ ബലം വർദ്ധിപ്പിക്കാൻ, ഒന്ന് പ്രധാനമായിട്ടും. ഈ ഒരു പേശി നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പേശി ബലം പെർഫെക്റ്റ് ആയിരിക്കണം. രണ്ടാമത്, ചീത്ത കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അലിഞ്ഞു പോകണം, ഒരു ബ്ലോക്കും ഉണ്ടാകാൻ പാടില്ല, അതിനുവേണ്ടി തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും രക്തം ഓടുന്നത് 8 HP മോട്ടോർ വെച്ചിട്ടല്ല, ചെറിയൊരു സാധനമാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇവിടെയല്ലേ കാണുന്ന സാധനം, ഇതാണ് ഹാർട്ട്. അവനവന്റെ മുഷ്ടി ചുരുട്ടിയെ കാണുന്ന അത്രയും വലിപ്പമുള്ള ഒരു സാധനമാണ്. ഇതിന് ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും വളരെ നേർത്ത രക്തക്കുഴലിൽ കൂടെ തന്നെ പമ്പ് ചെയ്യണമെങ്കിൽ ഇതിനെ കൊണ്ട് സാധിക്കില്ല. അതൊരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ഹാർട്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് എക്സസൈസ് കൂടെ തന്നെ കിട്ടുന്ന രക്തക്കുഴലുകളെ ഉദ്ദീപിച്ച് നിർത്തുക, അതിന് എക്സസൈസ് ഏറ്റവും പ്രധാനം. രക്തക്കുഴലിലൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ പാമ്പൊക്കെ ചലിക്കുന്ന പോലെ, ശൽക്കങ്ങൾ കൊണ്ട് ചലിക്കുന്നത് പോലെ, അത് ഒരു സ്പ്രിങ് ആക്ഷൻ എല്ലാ രക്തക്കുഴലിലും ഉണ്ട്. എല്ലാ രക്തക്കുഴലും നല്ല എനർജറ്റിക് ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക് തള്ളി പോകും. അങ്ങനെ തള്ളാത്ത ആളുകളാണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് നേരം നിന്ന് ഹോട്ടലിൽ ചായ അടിക്കുന്ന ആള്, അയാൾക്ക് വെരിക്കോസ് വെയിൻ ആയിരിക്കും. കാരണം എന്താ? രക്തം താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നില്ല, രക്തം പമ്പിങ് കുറവാണ്. ഹാർട്ടൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കാലിൽ നിന്ന് നിൽക്കുന്ന നിപ്പില് ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നില്ല. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ടൈലറിങ് ചവിട്ടി. ഇപ്പം ടൈലറിങ് എന്ന് പറഞ്ഞുകൂടാ, കാരണം എന്താ? ഇപ്പൊ ടൈലറിങ് ഒക്കെ സൈഡ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, അത് നന്നായിട്ട് വർക്ക് ചെയ്തോളൂ. പണ്ട് കാലുകൊണ്ട് വർക്ക് ചെയ്യുന്ന ടൈലറിങ് ഉണ്ട്, കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ഇതേപോലെ വെറുതെ ഇരിക്കുവാണോ? ചിലപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പെരുവിരലിൽ ചവിട്ടി പിടിക്കുക, കാലിങ്ങനെ ഉപ്പൂറ്റിയുടെ ഭാഗം നിലത്ത് ചവിട്ടി കളിക്കുക. അപ്പൊ എന്ത് ചെയ്യും? മസിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇനി യഥാർത്ഥത്തിൽ അതല്ല വേണ്ട കേട്ടോ, ഞാൻ ഏറ്റവും ചെറിയ മാർഗം പറഞ്ഞു തന്നേ ഉള്ളൂ. നന്നായി നടക്കലാണ് ഏറ്റവും പ്രധാനം. നന്നായി ചെരുപ്പ് ഉപയോഗിക്കാതെ നന്നായി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അക്യുപങ്ചറിങ് വളരെ പ്രധാനമാണ്. നമ്മളതൊക്കെ വിട്ടത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത്. അപ്പോ നന്നായി ചെരുപ്പൊക്കെ ഉപയോഗിക്കാതെ ചരലിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളോടാണ് ഞാൻ പറഞ്ഞത് ടൈലറിങ്. അപ്പൊ രക്തക്കുഴല് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, രക്ത ഓട്ടം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന്റെ ഒന്നാമത്തെ പടി റെഡിയാണ്. അപ്പോ ഇതൊന്നും നടക്കാത്ത ആളുകളുണ്ട്, അവരോടാ ഞാൻ പറഞ്ഞത് വെൽ ഹാർട്ട് വാങ്ങി കഴിക്കാൻ. രക്തോട്ടം നടക്കട്ടെ നല്ല കൃത്യമായിട്ട് വേണ്ടേ? അപ്പോ ഹാർട്ടിനെ സംരക്ഷിക്കാൻ ഉള്ള ഉൽപ്പന്നങ്ങളുണ്ട്. പാൻക്രിയാസ് എന്നൊരു ഗ്രന്ഥി നമ്മുടെ അഗ്നിയെ പ്രോജ്വലിപ്പിക്കുകയും, ഞാൻ നേരത്തെ പറയാം, നമ്മുടെ അഗ്നികൾ പ്രോജ്വലിക്കണം. അഗ്നി എന്ന് പറയുന്ന സമയത്ത് ശരീരത്തിലെ ദഹനവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും പെർഫെക്റ്റ് ആണ്. അതിന് സഹായിക്കുന്ന ഒരുപാട് ഗ്രന്ഥികളുണ്ട്. പിത്താശയുണ്ട്, പിത്തരസം ദഹനത്തിനുള്ളതാണ്. പാൻക്രിയാസ്, ഇൻസുലിൻ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ആക്കാനുള്ളതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ദഹിച്ച വസ്തുക്കൾ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും ഈക്വലായി ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ ഇന്ദ്രിയങ്ങളുണ്ട് ശരീരത്തിൽ. ഇതൊക്കെ പെർഫെക്റ്റ് ആകാൻ, അതാത് അവയവങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ശ്വസനമാണ്. തുടക്കം പറഞ്ഞ വാക്ക് വാദം എന്നാണ്, ശ്വസനമാണ്. ആ ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് അല്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ, മാലിന്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്.
കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ സാഹചര്യമാണ്. കാരണം അത്രയും വാഹനങ്ങൾ നമ്മളെ ചുറ്റുപാടുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ വാഹനത്തിന്റെ മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ തമിഴ്നാട്ടിലോ മറ്റുള്ള സ്റ്റേറ്റുകളിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ വ്യവസായങ്ങളുണ്ട്. വ്യവസായശാലകളും തള്ളുന്ന ഇഷ്ടം പോലെ വാതകങ്ങൾ. അതൊക്കെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശം കഷ്ടപ്പെടുക. ഓക്സിജനെ വേർതിരിച്ച് ശരീരത്തിൽ കൊടുക്കണമെങ്കിലും കഴിയുന്നില്ല. അതിനെ പെർഫെക്റ്റ് ആക്കാൻ നല്ല ആശ്വാസം തന്നിട്ടില്ലേ? ഉപയോഗിക്കാറുണ്ടോ? 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലേ? ഉപയോഗിക്കാറുണ്ടോ? ഇതൊക്കെ ഉപയോഗിക്കാനുള്ള. അപ്പൊ ചില ആളുകൾ സാറേ ആശ്വാസം ഭയങ്കര റേറ്റ്. ഏറ്റവും മിനിമം കവചപ്രാശം ഉപയോഗിക്കുക. ഇതും ദഹന വ്യവസ്ഥ അല്ല, സോറി, ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാ. അപ്പോ ഇതൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത്. എന്നാൽ ചില ആൾ പറയുന്ന കാര്യങ്ങൾ സാറേ ശോധന വളരെ കുറവാണ്. എസ്പെഷ്യലി ലേഡീസ്, അവർക്കാണ് ശോധന കുറവുണ്ടാവുക. പൊതുവെ അത് പ്രകൃതിയുടെ ഒരു വികൃതി തന്നെ വേണം പറയാം. പുരുഷനെ അപേക്ഷിച്ച് ദഹന വ്യവസ്ഥ അത്ര പവർഫുൾ അല്ല സ്ത്രീകളെ സംബന്ധിച്ചോളം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ശോധന കുറവ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ ആളുകൾ പറയുന്നത്. അതിനാണ് ഫുൾ ആൻഡ് ഈസി. ഫുൾ ആൻഡ് ഈസി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഈസി പറയുന്ന പോലെ തന്നെയാ. നമ്മൾ ടോയ്ലറ്റ് പോയാൽ ഫുള്ളായിട്ട് പോകുമ്പോൾ ഈസി ആയിട്ട് കഴിയും പരിപാടി. അതിനുള്ള സാധനം കുറെ നല്ല ധാന്യങ്ങളുടെ തവിട്, അതോടൊപ്പം തന്നെ അതിനകത്ത് ത്രിവൃത് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. അത് ശ്വാസകോശത്തിലുള്ള ബ്രോങ്കൈൽ ട്യൂബുകളെ പെർഫെക്റ്റ് ആക്കാൻ ഇതിനേക്കാൾ മികച്ച സാധനം ഇല്ല. അപ്പൊ ശ്വസന വ്യവസ്ഥയൊക്കെ കൂട്ടത്തിൽ റെഡിയാവും എന്ന് പറഞ്ഞതാ. അത് ഉപയോഗിക്കണം. ഞാൻ ഇടക്കൊക്കെ ഉപയോഗിക്കും, സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല. സാധാരണഗതിക്ക് എനിക്ക് എന്താ പറയാ, വയറ്റിലൊക്കെ ചെറിയ പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കം മുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒന്നത്. പിന്നെ ദഹനത്തിനെ പറ്റി പറഞ്ഞല്ലോ, മലക്രിയ ക്ലിയർ ആകാൻ ഉള്ള സാധനമായി പറഞ്ഞു വരുന്നത്. വാതപിത്ത കഫൊക്കെ മാറ്റി വെച്ച് എല്ലാത്തിനും കൂടെ സംസാരിച്ച് പോകണമെങ്കിൽ കുറേ ടൈം എടുക്കും. എങ്കിലും പറയാം, നമുക്ക് മലക്രിയ ക്ലിയർ ആണെങ്കിൽ, മലക്രിയ എന്ന് പറഞ്ഞാൽ മലം മാത്രമല്ല മൂത്രവും ക്ലിയർ ആണ് വേണ്ടേ. ആ മൂത്രം ക്ലിയർ ആയിട്ട് ശരീരത്തിൽ പുറന്തള്ളണമെങ്കിൽ എന്ത് വേണം? കിഡ്നി എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. 2 അണ്ടിപ്പരിപ്പ് പോലെ നിൽക്കുന്ന സാധനം. ഇയാൾ നന്നായിട്ട് വർക്ക് ചെയ്യണം, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം, അയാൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നു, ഒരുപാട് ഡ്യൂട്ടി ചെയ്യുന്ന ആളാ. ആ കിഡ്നിയെ സംരക്ഷിക്കാൻ കമ്പനി അല്ലെങ്കിൽ നമ്മൾ DB അനന്തനാരായണ സാറ് നമുക്ക് തന്നിട്ടുള്ളത് യൂറി ഫ്ലഷ്. അതിന്റെ സിറപ്പും ഉണ്ട്, ക്യാപ്സ്യൂളും ഉണ്ട്. അത് വർഷത്തിൽ 1 മാസത്തെ ഒരു കോഴ്സ്. ക്യാപ്സ്യൂൾ ആണെങ്കിൽ 1 മാസത്തെ കോഴ്സ്, വർഷത്തിൽ 1 പ്രാവശ്യം മതി ഒന്ന് നന്നാക്കാൻ. കിഡ്നി സ്വന്തം നല്ല ഉഷാറിന ആള്, ക്ഷീണമൊന്നും ഇല്ലാത്ത ഒരാളാ. മൂപ്പർ നന്നായി പണിയെടുക്കും. എങ്കിലും ഇടയ്ക്ക് ഒരു ബൂസ്റ്റ് വാങ്ങി കൊടുക്കുക. ആ ബൂസ്റ്റാണ് യൂറി ഫ്ലഷ്. കിഡ്നിക്ക് കൊടുക്കുന്ന ബൂസ്റ്റ്. ബൂസ്റ്റ് എന്നല്ല പറഞ്ഞു കേട്ടോ, കിഡ്നിക്ക് കൊടുക്കുന്ന ബൂസ്റ്റ് അതാണ് യൂറി ഫ്ലഷ്. വർഷത്തിൽ 1 പ്രാവശ്യം 1 മാസത്തെ കോഴ്സ് എങ്കിലും. ഇനി സിറപ്പാണെങ്കിൽ ഒരു 1.5 മാസത്തെ കോഴ്സ് വേണ്ടി വരും, ഒരു ഏകദേശം ലെവലാണെങ്കിൽ. അത് കൊടുക്കാറുണ്ടോ? കൊടുക്കണം. വർഷത്തിൽ, ഞാൻ എപ്പോൾ അല്ല പറയുന്നത്. ഇനി യൂറി ഫ്ലഷ് കഴിച്ചാൽ കിഡ്നി ഫങ്ഷൻ ക്ലിയർ ആകും, നന്നായി മൂത്രം പോകും. വെള്ളം കുടിക്കണം കേട്ടോ, അല്ലാതെ മൂത്രം പോകില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കൽ പ്രധാനം. അപ്പൊ ഒന്നത്. ഇനി ഇതിനോടൊപ്പം മലക്രിയ ക്ലിയർ ആണെങ്കിൽ, ശോധന ക്ലിയർ ആണെങ്കിൽ, ആദ്യം വേണ്ടത് ശരീരത്തിൽ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ വേറെ ഉണ്ട്. ബാക്ടീരിയകൾ. നമ്മൾ പരസ്പരം കാണുന്നതിൽ ബാക്ടീരിയകൾ ഒട്ടാകെ പോയി. എക്സോ ഉപയോഗിച്ചു ബാക്ടീരിയ കംപ്ലീറ്റ് പോയി. നല്ലതാണെന്നാ? അല്ല, ബാക്ടീരിയ വേണം. ബാക്ടീരിയകൾ എല്ലാവരും മോശക്കാരല്ല കേട്ടോ. ബാക്ടീരിയകൾ, കുറച്ച് ബാക്ടീരിയകളെ മോശക്കാരുള്ളൂ. ആരാണവർ? എയറോബിക് ബാക്ടീരിയകൾ. വായുവിൽ വളരുന്ന ബാക്ടീരിയകളാണ് പ്രശ്നക്കാരെ. അപ്പോ എല്ലാ ബാക്ടീരിയകളും പ്രശ്നക്കാരനല്ല. മണ്ണിലും വെള്ളത്തിലൊക്കെ ഇഷ്ടംപോലെ ബാക്ടീരിയ ഉണ്ട്. കിണറ്റിലെ വെള്ളത്തിലും ബാക്ടീരിയ ഉണ്ട്, നല്ലതാ, ഒരു പ്രശ്നവുമില്ല, അവർ നല്ലതാ. ഇതേപോലെ നമ്മളെ ഗട്സിൽ വളരുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ട്. ഇവരാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെ ജീവനോടെ നിലനിർത്താൻ സഹായിക്കുന്നത്, വേറെ ആരുമല്ല. ആ ബാക്ടീരിയകളും ദൈവം നമ്മളെ ശരീരത്തേക്ക് ഇട്ട് തന്നതാ, നശിപ്പിക്കാനുള്ളതല്ല. പക്ഷെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? നമ്മൾ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി, ഓയിലുകൾ, എവിടുന്നോ വരുന്ന ഓയിലുകൾ, ഇതൊക്കെ വാങ്ങി കഴിക്കുക. ഇത് ചെന്ന ഈ പറയുന്ന ബാക്ടീരിയകൾ നശിച്ചുപോയി. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ദഹനത്തിന്റെ ഭാഗമായി കിട്ടിയ പോഷകങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കാൻ
അതിന് സഹായിക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ തന്നെ നശിപ്പിച്ചു. ഭക്ഷണം കഴിക്കും, അതിന്റെ വഴിക്ക് പോവും, ഒരു പോഷകവും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. എങ്കിൽ നമുക്ക് വേണ്ട ഒരു ഉൽപ്പന്നം റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കമ്പനി തന്നിട്ടുണ്ട്, പ്രോബയോട്ടിക്. പണ്ട് പ്രോബയോട്ടിക് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ കിട്ടിയിട്ടുണ്ട്. തൈരും ചോറും ഒക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ. തലേ ദിവസത്തെ ചോറൊക്കെ ബാക്കിയുള്ളത് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ തൈര് കൂട്ടി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് നടക്കില്ല. തൈര് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മിൽമയുടെ പാക്കറ്റ് തൈര് വാങ്ങും, പ്രോബയോട്ടിക് എന്ന് പറയാൻ കഴിയില്ല. അത് ഫ്രീസറിലൊക്കെ വെച്ച് ഒക്കെ തണുപ്പിച്ച് വെച്ചൊരു സാധനം. അതേ സമയത്ത് നമ്മളെ വീട്ടിന്റെ ചുറ്റുവട്ടത്തിന് എവിടുന്നെങ്കിലും പാല് വാങ്ങി കുറച്ച് ഉറയൊഴിച്ച് വെച്ച് അത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രോബയോട്ടിക് ആണ്. അതിൽ മാത്രമല്ല കേട്ടോ, നല്ല പഴവർഗ്ഗങ്ങളിലൊക്കെ നമ്മളെ കെമിക്കലൊന്നും ചേർക്കാത്ത പഴങ്ങൾ, അതായത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പഴങ്ങളിലൊക്കെ പ്രോബയോട്ടിക്സ് ആണ്. എല്ലാത്തിനും പ്രോബയോട്ടിക്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന പലതിലും ഇല്ല എന്നുള്ള സത്യം. അവിടെയാണ് കമ്പനി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് റെഗുലറായി കഴിക്കാൻ ഇതാ പിടിച്ചോ. വാങ്ങി കഴിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇതൊക്കെ കഴിക്കാനുള്ളതാണ്. ദഹന വ്യവസ്ഥ ക്ലിയർ ആക്കാൻ, മലക്രിയ ക്ലിയർ ആക്കാൻ, ശ്വസന വ്യവസ്ഥ ക്ലിയർ ആക്കാൻ, വാതപിത്ത കഫങ്ങൾ സന്തുലിതമാക്കാൻ ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇത് ആരൊക്കെ ഉപയോഗിക്കുന്നു അവർക്കൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കാം. അങ്ങനെ ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇവിടെ നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നു അവർക്കൊക്കെ സ്വാസ്ഥ്യമാണ്, ആരോഗ്യമാണ്, സ്വസ്ഥത ഉണ്ടാകും. അതിന് ഇപ്പോ പലർക്കുമുള്ള പ്രശ്നം, സാർ ഇതൊക്കെ പറഞ്ഞാലും മഴ തുടങ്ങിയ ശേഷം ശ്വാസം മുട്ടി രക്ഷയില്ല, ജലദോഷാണ്, കഫക്കെട്ടുണ്ട്. ഇതൊക്കെ വരാനുള്ള കാരണം എന്താ? ഈ സമയത്ത് അന്തരീക്ഷം തണുപ്പ് വരുന്ന സമയത്ത് വായുവിൽ വളരുന്ന ബാക്ടീരിയകൾ ഒന്ന് ശക്തി പ്രാപിക്കും. അവർക്ക് പെറ്റുപെരുകാനുള്ള നല്ല സാഹചര്യമാണ്. ആ ബാക്ടീരിയകൾ ഇന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എങ്ങനെയാ ബുദ്ധിമുട്ടിക്കുക? വായുവിൽ വളരുന്ന ബാക്ടീരിയകൾ എവിടെയാ കയറി ചെല്ലുക? മൂക്കിൽ കൂടെ, വായി കൂടെ, ശ്വാസകോശത്തിലേക്ക്. അതാണ് കഫക്കെട്ട്, ജലദോഷം. അങ്ങനെയെങ്കിൽ ആ ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ, വായുവിൽ വളരുന്ന ശരീരത്തിന് ദോഷകരമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നല്ല പ്രൊഡക്റ്റും കമ്പനി തന്നിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് പ്രോനാസിക. പ്രോനാസിക ഇടയ്ക്ക് മൂക്കിലേക്ക് ഒന്നങ്ങ് സ്പ്രേ ചെയ്തേക്കുക. എന്താ പ്രശ്നം? ഈ പറയുന്ന മോശപ്പെട്ട ബാക്ടീരിയകൾ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടയും. ആ പ്രോനാസിക ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കെമിക്കലൊന്നും അല്ല. ഈ പ്രോനാസിക ചെല്ലുന്ന സമയത്ത് ആളുകൾ പേടി എന്താ, സാറേ ഇത് അകത്തേക്ക് ചെന്ന് ഇത് കെമിക്കൽ എങ്ങനാണോ? നമ്മളെ കമ്പനി ഒരു സാധനം കെമിക്കൽ കൊടുക്കുന്നില്ലെന്ന്. നല്ല നന്നാറി, സർവത്തൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നന്നാറി 2 തരത്തിലുള്ള നന്നാറി ഉണ്ട്. ചെറിയ നന്നാറി ഉണ്ട്, ഒരു വെള്ള വരയൻ. നമുക്ക് ഇതിനുള്ള അനന്തമൂൽ എന്ന് കാണാം. ആ ഇലയുടെ വെള്ള വര ഉണ്ടാവും. എന്നാൽ വലിയതുണ്ട്, കറുത്ത നന്നാറി ഉണ്ട്. കറുത്ത വേരും കറുത്ത ഇലയും റൗണ്ടും ഒക്കെ ആയിട്ട്. അത് കൃഷ്ണസരൈവ എന്ന് പറയുന്ന നന്നാറി. അതാണ് 2 സാധനം. നന്നാറി മോശ ശരീരത്തിന് ഒരു മോശമില്ല, നല്ല ബെസ്റ്റ് സാധനം. ഇനി അതുപോലെ തന്നെ യൂക്കാലിപ്സ് ഓയിൽ. നമ്മൾ യൂക്കാലിപ്സ് തൈലം എന്ന് പറഞ്ഞിട്ട് റോഡിൽ ഒരിക്കലും വിൽക്കുന്നത് കാണാം നമുക്ക്. അപ്പൊ നമ്മൾ അല്ല സാറേ, ഈ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് യൂക്കാലിപ്സിന് മണമൊന്നുമില്ലല്ലോ. ഒരുപാട് യൂക്കാലിപ്സ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. 1 ലിറ്ററിൽ 1 മില്ലി. 1 ലിറ്ററിനകത്തേക്ക് 1 മില്ലിയേ ഉള്ളൂ, ചെറിയ അളവിൽ, അത്രയേ വേണ്ടൂ. ഓവർ നല്ലതല്ല. നേരെ മൂക്കിൽ ശ്വാസവസ്ഥയ്ക്കുള്ളതല്ലേ. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്നാ. അപ്പൊ നല്ല സാധനം യൂക്കാലിപ്സ് തൈലമുണ്ട്. പുതിന ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. അതും മോശപ്പെട്ടതല്ലല്ലോ, നല്ല സാധനമല്ലേ. അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നാസൽ ഡ്രോപ്സ്, നമ്മൾ അലോപ്പതി ഷോപ്പ് കിട്ടുന്ന ആ അതിന്റെ പേരെന്നോട് വിട്ടുപോയി, പോട്ടെ. അതെന്താ സാധനം? ഉപ്പുവെള്ളം, സോഡിയം ക്ലോറൈഡ് കലക്കിയത്. ഇതിനകത്തും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മൂക്കിലേക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് കയറി ചെല്ലുന്ന ബാക്ടീരിയകളെ, മോശപ്പെട്ട ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഇത് ഈ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. നല്ല മഴയൊക്കെ പെയ്ത് കഫക്കെട്ടൊക്കെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ, അല്ലെ രാവിലെ യാത്ര പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് നടക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പോകുന്ന സമയത്ത് ഒന്ന് മൂക്കിലേക്ക് സ്പ്രേ ചെയ്തേക്കുക. തിരിച്ചു വന്ന ഒന്ന് മൂക്കിലേക്ക് സ്പ്രേ ചെയ്തേക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലപ്പ, ചെറിയ റേറ്റേ ഉള്ളൂ. ഇത് ഡെയിലി യൂസിനുള്ള, എല്ലാ കാലവും ഉപയോഗിക്കാം.
പിന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കൂടി കേട്ടോ, തുളസി ഡ്രോപ്പ്. ഈ തുളസി ഡ്രോപ്പ് കൊണ്ടുള്ള ഗുണം എന്താ? പേര് കേട്ടറിയാം, തുളസി തന്നെ സാധനം. നമ്മൾ തുളസി ഇലയിട്ടിട്ട് ആവി പിടിക്കുന്ന നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വന്ന് മൂക്കൊക്കെ അടഞ്ഞ് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഉമ്മമാര് പറയും, മോനെ ഒരു കാര്യം ചെയ്യ്, കുറച്ചൊന്ന് ആവി പിടിച്ചോ. എന്താ ഇടുക അതിനകത്ത്? തുളസി ശ്വാസവ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ, ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ ബെസ്റ്റ് സാധനം. ആ തുളസി നമുക്ക് ഡ്രോപ്പ് രൂപത്തിൽ തന്നിട്ടുണ്ട്, തുള്ളി രൂപത്തിൽ. മൂക്കിലെ കുറ്റിക്കാനല്ല കേട്ടോ. ആരോ പറയുന്നത് മൂക്കിലുറ്റിക്കരുത്. അത് കഴിക്കാനുള്ളതാ, അകത്തേക്ക് കഴിക്കാനുള്ളതാ. നല്ല തിളച്ച വെള്ളത്തിൽ, അല്ലെങ്കിൽ ചായയിലോ നല്ല ഗ്രീൻ ടീയിലോ നല്ല തിളച്ച വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്ത് 2 or 3 ഡ്രോപ്പ് അതിനകത്ത് ഉറ്റിക്കുക, ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിക്കുക. ചൂടാണ്, നല്ല സാധനമാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, നല്ല മണം അതിന്. 3 തുള്ളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിച്ചാൽ അപ്പൊ ആ ടേസ്റ്റ് കിട്ടും ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല സാധനമാണ്. അതിനകത്ത് പ്രധാനമായിട്ട് തുളസിയുടെ കണ്ടന്റാണ് ഉള്ളത്. മറ്റൊന്ന് അതിനകത്തുള്ളത് കറുവപ്പട്ട. അതും നല്ല സാധനമല്ലേ? കറുവപ്പട്ടയും ശ്വസന വ്യവസ്ഥയും അതേ കൂടെ, നമ്മൾ പൊതുവെ അതിനകത്ത് ഡയബാലൈഫിൻ്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നത് ദഹന വ്യവസ്ഥ ക്ലിയർ ആകാനൊക്കെ നല്ലതും കൂടെ ആണത്, കൂട്ടത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോ കറുവപ്പട്ട അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 നല്ല ജീരകം, സാധാ ജീരകമല്ല കേട്ടോ, ഒന്ന് കരിഞ്ജീരകം, ഒന്ന് പെരുംജീരകം. കരിഞ്ജീരകത്തെ പറ്റി സർവ്വരോഗ സംഹാരി എന്നാ പറയാ. സർവ്വരോഗ സംഹാരി എന്ന് അതിനെപ്പറ്റി പറയുന്നത് അത്രയും ഔഷധ ഗുണം അതിനുള്ളത് കൊണ്ടാണ്. കരിഞ്ജീരകം അതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. കരിഞ്ജീരകവും പെരുംജീരകവും കറുവപ്പട്ടയും തുളസിയും ഒക്കെയുള്ള ഒരു ഡ്രോപ്പ്. ഇത് ഡെയിലി യൂസിനുള്ള, ഒരു ദിവസത്തേക്കുള്ള അല്ല, എത്ര കാലം വേണമെങ്കിൽ കഴിക്കാം. നല്ല സാധനം, നിങ്ങളൊക്കെ സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കേണ്ട സാധനമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, തുളസി ഡ്രോപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആകും. ഒന്ന്, അതിനെ നമ്മൾ പ്രധാനമായിട്ട് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല കേട്ടോ ഗുണം, അതിന് അഡീഷണൽ കുറേ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാ ഗുണം? ഒന്ന്, ഇന്ന് ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ, മുടി കൊഴിച്ചിൽ. രക്ഷയില്ല സാറേ, നല്ല സാധനമാണ്. മുടി കൊഴിച്ചിലിനെ തടയാൻ ഇതിനേക്കാൾ മികച്ചൊരു സാധനം ഇല്ല എന്ന് പറയാം. റെഗുലർ യൂസിന് നിങ്ങൾ മുടി കൊഴിച്ചിൽ നിന്നോളൂ. ഇനി രണ്ടാമത്തെ, സൗന്ദര്യത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, സ്കിന്ന് നല്ല പെർഫെക്റ്റ് ആണ്. നല്ല പെർഫെക്റ്റ് സ്കിൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെ തുളസി ഡ്രോപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ദഹന പ്രക്രിയയും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോ എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ തന്ന ഒരു കമ്പനി, ഈ കമ്പനിയെ സ്നേഹിച്ചില്ലേ പിന്നെ ആരെ സ്നേഹിക്കും നിങ്ങൾ? സ്വന്തം കുടുംബത്തിന്റെ, സ്വന്തം ശരീരത്തിന്റെ, സ്വന്തം കുടുംബത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന, എല്ലാ ആളുകൾക്കും വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന, ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സഹായിക്കുന്ന ഒരു നല്ല ഭൂതത്തെ നിങ്ങളോട് വിട്ടു തന്നിട്ട് ആ ഭൂതത്തിനോട് നീ നിന്റെ വഴിക്ക് പോടുന്ന് പറയുന്നതിന് പകരം, നീ കൂടെ വാ, ഞാനും ഉണ്ട്, നമുക്ക് എന്റെ കൂടെ നീ വേണം എന്ന് പറഞ്ഞ്, മൈ ലൈഫ് എന്റെ കൂടെ വേണം, ഞാൻ മൈ ലൈഫിന്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കാത്ത ആളുകൾ ആരാന്നാ ഞാൻ പറയേണ്ടത്? വിഡ്ഢികൾ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ എന്ന് പറയേണ്ടി വരും. അവിടെ നമ്മളെ സംബന്ധിച്ചുള്ള കിട്ടിയതിനെ നന്നായി ഉപയോഗപ്പെടുത്തുക. ഇതിനേക്കാൾ മികച്ചത് നിങ്ങളത് ജീവിതത്തിൽ കിട്ടാനില്ല. സാധാരണക്കാരനെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വരുമാനം ഉണ്ടാക്കാൻ, പണമുള്ളവന് പണം ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ മേഖലകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് മൈ ലൈഫ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കും വേണ്ടത് മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ വേണം. അവർ ബിസിനസ്സായി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കും മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. പണം എല്ലാവർക്കും വേണ്ട. ചിലപ്പോൾ പല ആളുകളുടെയും പ്രശ്നം, ഒരു ഹൈ പ്രൊഫൈലുള്ള ആളുകളുടെ വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലും, എങ്ങനെയാ ബിസിനസ് പറയാ? നിങ്ങൾ ബിസിനസ് പറയേണ്ടത് നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം. എല്ലാ സ്ഥലത്തും ബിസിനസ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ബിസിനസ് ആവശ്യമുള്ളവർക്ക് ബിസിനസ് കൊടുക്കുക, അല്ലാത്ത ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക. ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ നമ്മൾ ആരൊക്കെ തയ്യാറാകുന്നോ അവരൊക്കെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിലെ അധികായന്മാരായ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ മേഖലയാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, അതായത് സമയമായി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഇത് നമുക്ക് എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ മികച്ച അവസരം എന്നുള്ളതൊക്കെ വളരെ നന്നായി ഉപയോഗിക്കുകയും, നമ്മൾ മാത്രമല്ല ഈ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്, നമുക്ക് ആരെയൊക്കെ തൊട്ടോ അവരൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന
നാളുകളിൽ നമ്മൾ ഇല്ലാതെ പോകുന്ന സമയത്തും നമ്മളെ ഓർക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഒരുപാട് ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് എത്തിയിട്ടുള്ളത്. ആ ഭാഗ്യത്തെ തട്ടിക്കളയാതെ അതിനെ ചേർത്ത് പിടിച്ച് ആ ഭാഗ്യത്തെ നെഞ്ചോട് ചേർത്ത് ആരൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ടോ അവർക്കൊക്കെ സക്സസ് ആകാൻ പറ്റുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടുള്ള MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിൽ അതിലേറ്റവും മികച്ച ഒരു ടീമാണ് നമ്മുടെ ബിജു BK സാറുടെ ടീം സക്സസ് എന്ന് പറയുന്ന ടീം. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്ന ഒരു ടീമാണ്. ആ ടീമിലാണ് നമ്മൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ആ ടീമിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു, വിടവാങ്ങുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മാലയം. പിന്നെ ഹരീഷ് സാറ് ഇന്ന് സാർ എൻ്റെ ലീഡറും കൂടിയാണ്. ഇതിൽ MC ചെയ്ത അമ്മിണി മാഡം നല്ല രീതിയിൽ സംസാരിച്ചിട്ട് MC ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഉൽപ്പന്നത്തെ കുറിച്ച് സാറ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പനിയുടെ പ്രാധാന്യത്തെ കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട്. കമ്പനി പറഞ്ഞ വർഷങ്ങൾ, ഇതിലെ സയന്റിസ്റ്റ് വിനിങ്ങളെ കുറിച്ച്, പിന്നെ ഇതിലെ ഓരോ പ്രോഡക്റ്റുകളും, പിന്നെ നമുക്ക് എങ്ങനെ ഇതിൽ രക്ഷപ്പെടാമെന്നും, പിന്നെ അതുപോലെ തന്നെ ബിജു BK സാറിനെ പറ്റി ടീമിനെ നമ്മളുള്ള സാറ് നമുക്ക് കല്ലാച്ചി 2 ദിവസം മുന്നേ വന്നിരുന്നു. അപ്പൊ സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കമ്പനിയെ പറ്റി കുറച്ച് തെറ്റായ ധാരണകളെ പറ്റി അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സാറ് വളരെ വ്യക്തമായിട്ട് ഒരു സംസാരിച്ച് എന്നോട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ഉന്നത വിജയങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് മൈ ലൈഫ്. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞു. ഇന്നത്തെ ഹരികൃഷ്ണൻ സാറിന്റെ ക്ലാസ് വളരെയധികം ഹൃദ്യമായിരുന്നു. കാരണം ഈ കമ്പനിയുടെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും എല്ലാം സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇത് പറഞ്ഞു തന്ന ഹരികൃഷ്ണൻ സാറിനും പിന്നെ MC ചെയ്ത മാഡത്തിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ സാറെ ക്ലാസ് പറയേണ്ട, സാറെ ട്രെയിനിങ് കിട്ടിയിട്ട് നമുക്ക് ഒരുപാട് കാലം, ആദ്യമൊക്കെ നല്ലോണം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇപ്പോ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. കാരണം പുതിയ കുറെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പുതിയ ആളുകൾക്കൊന്നും ട്രെയിനിങ് കിട്ടിയിട്ടുമില്ല. അപ്പൊ അത് സാറ് വലിയ സാറുമാരായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ക്ലാസ് വേണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഒരു 66 വയസ്സുകാരി ലേഡി ഉണ്ട്. അപ്പോ അവർക്ക് വൈബ്രോയിഡിന്റെ പ്രശ്നം ഓവറായിട്ടില്ല, ചെറിയ ചെറിയ കുമിളകളായിട്ട്. ഓർക്ക് നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പൊ കൊടുത്താൽ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. എത്ര ഏജ് പറഞ്ഞെന്താ? 66 വയസ്സ്. ഓ, അതിന്റെ കാര്യമില്ലെന്താ? പക്ഷെ അവർക്ക് സാധാരണ ഒരു 60 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് പൊതുവെ ശരീരത്തിൽ എഫക്ട് ചെയ്ത് വരാൻ കുറച്ച് ടൈം പിടിക്കും. സാധാരണ ആളുകളെക്കാൾ കുറച്ചുകൂടെ ടൈം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ. ധൈര്യത്തിൽ കൊടുക്കണം. വേദന വന്നപ്പോഴാണ് കാണിച്ചത്. വേദന വയറിന്റെ സൈഡിൽ നിന്ന് വേദന വന്നപ്പോ കാണിച്ചതാണ്. ഓ, 95 സൈക്ലോവ് ഒക്കെ കൊടുത്തോളൂ. നല്ല സാധനം കൊടുത്തോ, റിസൾട്ട് കിട്ടും. താങ്ക് യു. ഓക്കെ മാഡം. അടുത്തതായിട്ട് നമുക്ക് റൈഹാനത്ത് മാഡം, ATC. പ്ലീസ് വെൽക്കം. പോയി. അല്ല സാറേ, ഓക്കെ ഓണാകത്തൊരു പ്രശ്നമുണ്ട്. അപ്പോ ഇന്ന് MC ചെയ്ത മാഡം, അമ്മിണി മാഡം, അതുപോലെ ഏത് സമയത്തും നമുക്ക് സംശയം ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന, ഓരോ അവയവത്തിനും എന്തൊക്കെ പ്രൊഡക്റ്റാണ് കഴിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ കമ്പനി റൺ ചെയ്ത കാര്യങ്ങളും എപ്പോഴാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ ടീമിലാണ് ഞാനും ബിസിനസ് ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. മുസ്തഫ സാർ, പ്ലീസ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, നല്ല അമണിമേളം നല്ലൊരു MC ആണ് കിട്ടിയത്. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വന്ന ഹരികൃഷ്ണൻ സാറ് എന്താ പറയാ, നല്ലൊരു പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടിയത്. സാറ് ഈ കമ്പനിയിൽ വന്നു, എന്താ പറയാ, ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ കമ്പനിയിലേക്ക് വന്നത്. ഈ ബിസിനസിന്റെ സാധ്യതകളും ഒക്കെ അവസരങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഈ ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്സിനെ
നമുക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ വെള്ളാട്ടിനെ കുറിച്ചും പിന്നെ ഞാനേ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ്നി സാറോട്. പിന്നെ യൂട്രസ് എടുത്ത ആളുകൾക്ക് സൈക്ലോവിയും കമ്പാനിയും കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള. മേഡം, ഇല്ലാത്ത സാധനത്തിന് എന്ത് കൊടുക്കാനാ? അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയല്ലേ കൊടുക്കുന്നത്. അതിന് യൂട്രസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതിനൊന്നും യൂട്രസ് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ് സൈക്ലോവ് കൊടുക്കുന്നത്. അത് ഇല്ലാത്ത ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് കാര്യം. ഓക്കെ, വഴിയിലായതുകൊണ്ട് വഴിക്ക് പോവുകയാണ്. വാഹനത്തിന്റെ ഒച്ചോട് നല്ലപോലെ കേട്ടില്ല. പ്ലീസ് വെൽക്കം മാഡം. ഗുഡ് മോർണിംഗ് ആൾ. മൈക്ക് മ്യൂട്ട് ആവാണ്ടായി പോയതാ. ശരി, ഇപ്പം കേൾക്കുന്നുണ്ട് സാറേ? ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. ഹരികൃഷ്ണൻ സാറ് ക്ലാസ് എന്ന് പറഞ്ഞാലുള്ള സമയത്ത് ഞങ്ങളൊക്കെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയ ഒരാളാണ് ഹരികൃഷ്ണൻ സാറ്. ഒരു നല്ലൊരു സദ്യയായിട്ട് എപ്പോഴും വരും. വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് നാം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ക്ലാസ് ആണ് എപ്പോഴും കിട്ടുക. ഇനി നമുക്ക് കുറെ ആയി ഇപ്പം കിട്ടിയ സൈഫിനിസ മേഡം പറഞ്ഞപ്പോൾ നമുക്ക് ഹരികൃഷ്ണൻ ക്ലാസ് നന്നായി കിട്ടണം എന്നാണ് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഓരോരോ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ എന്താണ് അതിന്റെ ആവശ്യകത എന്നോ അത് മറ്റുള്ളവർ എത്തിക്കേണ്ടത് ഈ ബിസിനസിന്റെ ഒരു ലക്ഷ്യത്തോടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് സാർ. സാറിന്റെ ക്ലാസ് കേട്ട് നമുക്ക് എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റട്ടെ, ഇനി ഒരുപാട് വിധത്തിൽ എത്തട്ടെ എന്ന്. പിന്നെ ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. 250 പിന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് നമുക്ക് 95 പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമോ? അത് ഒരു ഭാഗം തളർന്ന ആളാണ്, പക്ഷാഘാതം വന്നിട്ട്. ഓക്കെ മാഡം. സാറേ 250 പറഞ്ഞേ? 250. 250 400 ആയാലും 95 കൊണ്ട് ഒരിക്കലും ഷുഗർ വർദ്ധിക്കില്ല. കാരണം 95ന്റെ അകത്ത് സൂക്രലോസ് എന്ന് പറയുന്ന ഒരു ഘടകമാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ഈ മധുരത്തിനും ഒരുപാട് എന്താ പറയാ, നമ്മളെ പുളിപ്പ് ഇല്ലേ, പുളിപ്പ് അല്ലെങ്കിൽ ആസിഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം ഒരുപാട് തരത്തിലുള്ള ആസിഡുകൾ ഉണ്ട് അല്ലേ. അപ്പൊ പലതരത്തിലുള്ള ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ സിട്രിക് ആസിഡ് ഉണ്ട്. എല്ലാ ആസിഡിന്റെയും കോമൺ ആയിട്ടുള്ള ടേസ്റ്റ് ആണ് പുളിപ്പ്. അതേപോലെ ഷുഗർ എന്ന് പറയുന്നത് എല്ലാം ഷുഗർ അല്ല, മധുരമുള്ള എല്ലാം ഷുഗർ അല്ല. മധുരം ഇല്ലാത്തതിന് ഷുഗർ ഉണ്ട് താനും. അരി ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുഴുവൻ ഷുഗറാ, അരി മധുരം തോന്നില്ല. എന്നാൽ അതേ സമയത്ത് ഈത്തപ്പഴം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈത്തപ്പഴം കാരക്കാന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനകത്ത് സൂക്രലോസ് എന്ന് പറയുന്നൊരു ഘടകമാണ് അടങ്ങിയിട്ടുള്ളത്. നല്ല മധുരം ഉണ്ടാവും, എന്നാൽ അത് ഷുഗർ അല്ല. ഇതിനകത്ത് പഴങ്ങളുടെ സത്താണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള സൂക്രലോസ് എന്ന് പറഞ്ഞ ഘടകമാണ്. ചില ആളുകൾക്ക് വർദ്ധിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം വേറൊന്നുമല്ല, ഭയം കയറി കഴിഞ്ഞാൽ, പേടി കൂടിക്കഴിഞ്ഞാൽ, ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഷുഗർ വർദ്ധിക്കും. അപ്പൊ ഇത് കഴിക്കുന്ന സമയം മധുരമുള്ള പദാർത്ഥമാണല്ലോ കഴിച്ചത്, എനിക്ക് ഷുഗർ കൂടുമെന്നുള്ള പേടി വന്നാൽ ഓട്ടോമാറ്റിക് ഷുഗർ. ഇത് കഴിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല, ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് 95. ഏത് ഷുഗറിലാക്കും ഉപയോഗിക്കാം. താങ്ക് യു മാഡം. അടുത്ത പ്ലീസ് വെൽക്കം അബൂബക്കർ സാർ. സർ കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെയാണ് സാർ, സംസാരിക്കാം. ചെയ്ത അമ്മിണി മാഡത്തിനും ഇന്നത്തെ സൂം മീറ്റിംഗിൽ ഗസ്റ്റായി വന്നിട്ടുള്ള ഹരികൃഷ്ണൻ സാറിനും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈ ബിസിനസിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയിട്ടും നല്ല ഒരു പ്രോഡക്റ്റ് ട്രെയിനറിന് പറഞ്ഞു വന്നു. പ്രോഡക്റ്റിന്റെ മഹാത്മ്യത്തെ പറ്റി വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ഹരികൃഷ്ണൻ സാറിന് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത റാങ്ക് ഒരുപാട് മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ കൂടി നമ്മളെല്ലാം ഒരു ഇതാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഏതൊക്കെ ഒരു പ്രൊഡക്റ്റ് പോലും നമ്മളെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ ഉപയോഗിക്കുകയും അതേമാതിരി നമ്മൾ ഏത് വീട്ടിൽ ചെന്ന് പറയാനും ഒക്കെ ഉള്ള കാര്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സമയം വൈകിയത് കൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നു. ഒരുപാട് നന്ദി അറിയിക്കാണ് സാർക്ക്. എത്രയും പെട്ടെന്ന് തന്നെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള ഹരികൃഷ്ണ സാർക്ക് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. സാറിൽ നിന്ന് ഒരുപാട് അറിവുകൾ എല്ലാവർക്കും നമുക്ക് കിട്ടി. എന്തായാലും ഈ അറിവുകൾ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സൂം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ധാരാണി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സാർ. ഓക്കെ അമ്മിണി മാഡം, സന്തോഷം. നല്ലൊരു സൂപ്പർ MC ആണല്ലോ. നിങ്ങളൊക്കെ എന്റെ ടീമായിട്ടാണ്, ഞാൻ അറിയില്ല എന്നുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആളുകൾ അങ്ങനെ വന്നു കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയില്ല നമ്മൾ ടീമാണെന്ന് പോലും അറിയില്ല.
സാർക്ക് എന്നെ അറിയില്ല, പക്ഷെ സാറിനെ എനിക്കറിയാം. അതങ്ങനെ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയും. വിചാരിച്ച് വെളിച്ചപ്പാടിന് അവരറിഞ്ഞോളന്നില്ല. അമ്പലത്തിലൊക്കെയുള്ള വെളിച്ചപ്പാട്. സന്തോഷമുണ്ട് കേട്ടോ. നല്ല സൂപ്പർ MC. നാളുകളിൽ നിങ്ങള് നല്ല ക്ലാസ് അവതരിപ്പിക്കുന്ന ഗസ്റ്റ് ആയിട്ട് വരട്ടെ. അതിന് വേണ്ടതൊക്കെ നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് കൂട്ടമായിട്ടുണ്ടാവും. ഓക്കെ, സന്തോഷം. എല്ലാവരോടും അഭിപ്രായത്തിലും നല്ലൊരു അഭിപ്രായമാണ്. നല്ല MC-കളും ഗസ്റ്റുകളും തെരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ്, അത് ഈ ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. നഫീസത്ത് മാഡത്തിനെ ഞാനാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഇന്നിപ്പോ കമ്പനിയുടെ STC ടച്ചിങ് RTC ആയി നിൽക്കുക. അവരിലൂടെ വലിയൊരു ടീം വന്നു. അതിലും ഒരു STC ഉണ്ട്, കരീം സാറ്. കണ്ടില്ലേ? അവരിലും ഒരു STC വന്നെങ്കിൽ നഫീസത്ത് മാഡത്തിന്റെ ടീമിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവും. നഫീസത്ത് മാഡം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാനാണ് ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു ഹെൽപ്പും ചെയ്യൂല, വേണമെങ്കിൽ ചെയ്താൽ മതിയാണ്. മനസ്സിലായില്ലേ? കാരണം കൊത്തിയാട്ടേണ്ട പ്രായത്തിൽ കൊത്തിയാട്ടന്നെ വേണം. ഈ ബിസിനസ്സിൽ നിന്നാലേ വളരാൻ പറ്റുള്ളൂ. അതല്ല എല്ലാ സഹായത്തിനും എന്റെ ലീഡർ ഓടി വരും എന്ന് കരുതിയിരുന്നാൽ അത് ബുദ്ധിമുട്ടാവും. ഇന്ന് എന്റെ ടീമിൽ പല ലീഡേഴ്സും ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നു. ഞാൻ ബാലുശ്ശേരിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്തും ആ സമയത്ത് 2 ഹോം മീറ്റിംഗ് എന്റെ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് STC ഷുഹൈബ് സാർ, മറ്റൊരു സ്ഥലത്ത് STC റഫീഖ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രായമായപ്പോ അങ്ങനെ പോയില്ലെങ്കിൽ നമ്മുടെ ടീം വളരില്ല. ഓക്കെ, ഇവിടെ ഞാൻ തന്നെ വേണം എന്റെ ടീമിന്. ഓൽക്ക് ഞാൻ ഭയങ്കര കാര്യമാണ്, ഓൽക്ക് ഞാൻ ഇല്ലാതെ നടക്കൂല. ആ തോന്നലൊക്കെ മാറ്റണം. എല്ലാരും വലിയ ആവശ്യമാണ് ഇവിടെ. അതിന്റെ റോൾ അതന്നെ നിർവഹിക്കണം. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പിന്റെ സ്ഥാനത്ത് മുന്തിരി തീരുമാനിക്കാണ്. ഇന്നെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് പെറുക്കി തിന്നാന്, അതുകൊണ്ട് ഞാൻ മാത്രം മതി ഇന്ന് ബിരിയാണിയിൽ കാരണം നടക്കൂല. എല്ലാവർക്കും വേണം. അപ്പൊ എല്ലാരും സ്വാധീനം അവിടെ ഉപയോഗപ്പെടുത്തലാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഭംഗി. ഏതായിരുന്നാലും ഹരികൃഷ്ണ സാറെ പുകഴ്ത്താനോ കൂടുതൽ പറഞ്ഞ് പ്രശംസിക്കേണ്ടതോ ഇല്ല. അറിയുന്നവരും അദ്ദേഹത്തിന്റെ സാമീപ്യം എപ്പോഴും കരസ്ഥമാക്കുന്നവരുമാണ് ടീമിൽ എല്ലാവരും. ഡ്രോപ്സിനെ കുറിച്ച്, നമ്മളെ തുളസി ഡ്രോപ്സിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, കരിഞ്ജീരകവും പെരുംജീരകവും തുളസിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റം, അത് വല്ലാത്തൊരു അത്ഭുതം. ഞാന് ഏറ്റവും കൂടുതൽ അതിനെ ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ കൊളത്തറ ദാരിമി, അദ്ദേഹം ഒരു മുദരിസാണ്, ഖത്തീബാണ്, അതിനോടൊപ്പം തന്നെ ഒരു ഇമാമാണ്. 10-35-40 വർഷമായിട്ട് അവർ പള്ളിയിൽ സേവനം ചെയ്യുന്ന, എപ്പോഴും എന്ത് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടേ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളുകളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറയണ്ടായി, ഞാൻ രാവിലെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓതുമ്പോ തൊണ്ടക്ക് ഒരു പിടുത്തം, ഒരു വേദനയും ഒരു ഇടങ്ങേറും ഒക്കെയാണെന്ന്. കാലങ്ങളായിട്ട് തന്നെയല്ലേ സംസാരം. അദ്ദേഹം പറയും, ഈ തുളസി ഡ്രോപ്സ് ഇട്ടിച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ തുളസി ഡ്രോപ്സ് നിസ്സാരമായിട്ട് കാണരുത്. അതിന്റെ എസെൻഷ്യൽ ഫോമാണ്. 3 തുള്ളി, ഒരു 10 മില്ലിഗ്രാമേ ആകെ ഉണ്ടാവുള്ളൂ. പക്ഷെ 3 തുള്ളി നമ്മൾ കഴിച്ചു തുടങ്ങിയാല് റെസ്പിറേറ്ററി ഡിസോർഡർ, അതായത് നമ്മള് ശ്വാസകോശത്തിന്റെ പ്രശ്നത്തിന് ഓക്സിജനെ സ്വീകരിക്കാനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാനുള്ള പ്രയാസങ്ങളാണ് ഈ ഒരു ശ്വാസമുട്ട് രോഗികളൊക്കെ ഈ മഴക്കാലത്ത് അനുഭവിക്കുന്നുണ്ടാവുക. മഴക്കാല രോഗങ്ങളെ പറ്റി പറയണമെന്നാണ് നഫീസത്ത് മാഡം ആരോട് പറഞ്ഞിട്ടുണ്ടാവുക? ഹരികൃഷ്ണ സാറോട് പറഞ്ഞിട്ടുണ്ടാവുക. എന്നോട് ചോദിച്ചു, ഹരികൃഷ്ണ സാർ ചോദിക്കുന്നുണ്ട് ഏത് ഉൽപ്പന്നത്തെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ മഴക്കാല രോഗങ്ങളുടെ ഒരു ഹ്രസ്വ വിവരണം കിട്ടിയാൽ എല്ലാവർക്കും അത് കോമ്പിനേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവരും നമ്മളെ ഈ ഒരു ടീമിൽ ഇത് കേൾക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ ഓർഡർ ഫോമില് തുളസി ഡ്രോപ്സ്, അതേപോലെ തന്നെ കഫ്നില് ആയുശ്വാസ്, കവച് പ്രാഷ്, പറ്റുന്ന ആളുകൾ, പൈസ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ 95-ഉം എഴുതി വെക്കാം. 95 നമ്മളെ അടുത്ത് വരുന്ന പ്രയാസപ്പെടുന്ന രോഗിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരില് നമ്മൾ ചികിത്സ കുറയ്ക്കരുത്. നമ്മൾ അവിടെ ഒരു 3 സ്ട്രിപ്പെങ്കിലും 95 എടുത്തു കൊടുക്കുക, അതിന്റെ പൈസ വാങ്ങാം. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു 3 എണ്ണം കൊടുക്കുക. അങ്ങനെ ഒരു 3-4 തവണ ആയിട്ടെങ്കിലും ഒരു ബോക്സ് അയാൾ ഉപയോഗിക്കട്ടെ. എന്നാൽ നമ്മൾ ടീമിൽ റിസൾട്ടുകൾ കൂടും. എല്ലാവരും ഈ വലിയൊരു ബോക്സ് വാങ്ങിക്കൊണ്ടോണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ റിസൾട്ടും ഉണ്ടാവില്ല, ബിസിനസ് ഉണ്ടാവില്ല, നമ്മളും ഇതിലുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു ട്രിക്സ് ആണ്, മനസ്സിലായില്ല? അത് വിചാരിച്ച് ലിവാഗേന ആരും ചെറിയ കുപ്പിക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ നിയമത്തെറ്റാണ്, മനസ്സിലായില്ലേ? നിയമത്തെറ്റാണ്. നിങ്ങൾ പഴയ കാലത്തെ വൈദ്യന്മാരാവാൻ ശ്രമിക്കരുത്, ആള് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് ലൂസാക്കി കൊടുക്കരുത്, ശ്രദ്ധിക്കണം. ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നീട് നിങ്ങൾ എന്ത് ചേർത്തു എന്നുള്ളതിന് കമ്പനി ഉത്തരവാദി ആവൂല. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മളവിടെ ഉണ്ടായിരുന്ന ഒരു വൈദ്യര്, അയാളടുത്ത് ചികിത്സക്ക് നല്ല പവറാ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന മരുന്നുകളാണ്. അതിന്റെ ഒന്നിനും പേര് ആർക്കും പറഞ്ഞു കൊടുക്കൂല. പക്ഷെ ഏത് കുപ്പിയിലാ കൊണ്ടുവരുന്നതെന്ന് അറിയാം. തലേന്ന് അയാൾ പെറുക്കി കൊണ്ടുവരുന്ന കള്ളും കുപ്പി കേകി തുറന്നിട്ട് ആ കള്ളും കുപ്പിയിലാ മൂപ്പര് മരുന്ന് കൊടുക്കുക.
എല്ലാവർക്കും കള്ളും കുപ്പി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളാണ് കുപ്പിയാണെന്ന് ധാരണയിൽ തന്നെ ആൾക്കാർക്ക് വേഗം മാറാൻ സാധ്യതയുണ്ട്. കാരണം കള്ളുടിക്കുന്ന സ്വഭാവക്കാർക്ക് അതിന്റെ ചെറിയൊരു സ്മെല്ല് അതിൽ ബാക്കിയുണ്ടെങ്കിൽ ഓർക്ക് അത് മതിയാവും. അപ്പൊ അതൊക്കെ ഓരോ സ്വഭാവങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മാറാൻ തയ്യാറായാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഹരികൃഷ്ണൻ സാറുടെ ക്ലാസ് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചോദ്യോത്തരവേളകൾക്ക് തന്നെ കൊടുത്തെങ്കിലുള്ളൂ അദ്ദേഹത്തിന് അതൊരു സന്തോഷമാവും. കാരണം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പഠിച്ചത് ഒരു എഞ്ചിനീയർ മേഖലയിൽ നിന്ന് വന്ന് ഒരിക്കലും അദ്ദേഹത്തിന് ചുക്കും കുരുമുളകും തിപ്പല്ലിയും പറഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾക്ക് ബിസിനസ് ചെയ്താൽ മതി. ഞാൻ അഥവാ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അയാളുടെ ടീമിനെ നോക്കിയാൽ മതി. ഇവിടെ AIGയിലെ ബിജു ബിക്കന്റെ ടീമിൽ വരേണ്ട ഒരു ആവശ്യമില്ല. കാരണം അയാൾക്ക് ഈ ടീമിൽ വന്നിട്ട് ഒരു PV കയറൂല, നിങ്ങൾക്കൊക്കെ അറിയില്ല. അപ്പൊ എന്നാലും ആ ഒരു സ്നേഹം അദ്ദേഹം തിരിച്ചു തരുന്നതിന് നമുക്ക് പ്രാർത്ഥനകൾ കൊടുക്കാനേ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നല്ല പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ആരോഗ്യവും നല്ല സന്തുഷ്ടതയുള്ള ഒരു കുടുംബമായിട്ടും അവർ വളരട്ടെ. നമ്മുടെ ടീമിന് ഈ ശക്തി പകർന്ന് കൂടെ നിൽക്കുന്നതിന് പകരം ദൈവികമായ ഭാഗത്തിൽ നിന്നുള്ള സഹായങ്ങൾ അദ്ദേഹത്തിന് വർഷിക്കട്ടെ. ഇന്ന് ഇവിടെ അമ്മിണി മാഡം MC ചെയ്തു. നല്ലൊരു ഗസ്റ്റായിട്ട് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഒക്കെയും നല്ല പ്രിയപ്പെട്ട ഹരികൃഷ്ണ സാറെ കിട്ടി. ഈ ഒരാഴ്ച എൻ്റെ ടീമിലുള്ള നഫീസത്ത് മാഡം സുന്ദരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു. അതിന് സഹായകമായിട്ട് കരീം സാർ കൂടെ നിന്നു കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തേക്ക് അറിയിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ.